ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വളരെ ശക്തമേറിയ വചനമാണ്. എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ അവരുടെ ഇടയിൽ പാർക്കും. ഇതൊരു സാധാരണ വാക്കല്ല, ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ പ്രാർത്ഥന വെറുതെയല്ല. നിൻ്റെ കൂട്ടായ്മ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയും. ഈ വചനം യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ്. ഈ വചനത്തിൽ യേശു പറയുന്നത് എന്താണ്? ഏക മനസ്സായുള്ള പ്രാർത്ഥനയുടെ ശക്തി, ക്ഷമയുടെ പ്രാധാന്യം, കൂട്ടായ്മയുടെ ആത്മീയ ബലം. ദൈവം വലിയൊരു ജനക്കൂട്ടം മാത്രമല്ല നോക്കുന്നത്, 2-3 പേരുടെ ഹൃദയം ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കൂടിയാൽ അവിടെ സ്വർഗം തുറക്കുന്നു. എൻ്റെ നാമത്തിൽ എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ അധികാരത്തിൽ, യേശുവിൻ്റെ ഇഷ്ടപ്രകാരം, യേശുവിനെ മഹത്വപ്പെടുത്തൽ. നാം ഒരിക്കലും സ്വാർത്ഥത കൊണ്ട് ഒരു കൂട്ടായ്മയിൽ ചേരരുത്, പക്ഷേ യേശുവിൻ്റെ സന്നിധി തേടി കൂടണം. അതൊരു പ്രാർത്ഥനാ കൂട്ടായ്മയായാലും കുടുംബ പ്രാർത്ഥനയായാലും സുഹൃത്തുക്കൾ ചേർന്ന് ബൈബിൾ വായനയായാലും അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അവൻ ഉറപ്പു നൽകുന്നു. എന്താണ് യേശു ഉറപ്പു നൽകുന്നത്? ചെറിയ കൂട്ടായ്മ, വലിയ അനുഗ്രഹം. നീ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എൻ്റെ വീട്ടിൽ 2 പേർ ആണ് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ 2-3 പേർ മാത്രം മതി. ദൈവത്തിൻ്റെ സാന്നിധ്യം വരാൻ അവിടെ ഒരു ജനക്കൂട്ടം വേണമെന്നില്ല. നിൻ്റെ വീട്ടിൽ ഒരു വിശ്വാസമുള്ള ഒരു ഹൃദയം മതി. ചരിത്രത്തിൽ അനേകം ആത്മീയ ഉണർവുകൾ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് നിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ നിൻ്റെ മുറിയിൽ, അല്ലെങ്കിൽ നിൻ്റെ സ്കൂളിൽ പോലും, ജോലി സ്ഥലത്ത് പോലും 2 പേർ യേശുവിൻ്റെ നാമത്തിൽ കൂടിയാൽ അവിടെ ഒരു ആത്മീയ മാറ്റം സംഭവിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നീ എന്താണ് ചെയ്യേണ്ടത്? കുടുംബമായി ദിവസവും 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു സുഹൃത്തിനെ കൂട്ടി ബൈബിൾ വായിക്കുക. ഏത് കൂട്ടായ്മയായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ഏക മനസ്സായി അപേക്ഷിക്കുക. നീ ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക. യേശു നിൻ്റെ ഇടയിൽ നിൽക്കുന്നു, നിൻ്റെ കണ്ണുനീർ കാണുന്നു, നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഓർക്കുക, 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ ഇടയിൽ ദൈവം ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയം ഞങ്ങളിതാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ ചുരുക്കം പേർ ദൈവത്തിൻ്റെ നാമത്തിലേക്ക് കടന്നു വരുന്നു. എങ്കിലും ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവേ, ഈ വീഡിയോ കാണുന്ന, കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് ഉണ്ടാകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. അവരുടെ ആവശ്യങ്ങൾ നിറപടിയായി അവിടെ നിന്ന് നടത്തണമേ. കേട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉതകുന്ന രീതിയിൽ ദൈവമേ അവിടെ നിന്ന് ചെയ്യണമേ. ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു, എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ.